ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണേ. നിയമോളും ഇന്ദുമതിയും മറ്റുള്ള കുട്ടികളുടെ കൂടെ ചേർന്ന് വലിയ ആകാശത്തൊട്ടിയിൽ കയറിയിട്ടാണുള്ളത്. രണ്ടുപേരും നല്ല സന്തോഷത്തോടെ അതിലിരുന്ന് ആനന്ദിക്കുകയാണ്. അതേസമയം തന്നെ നീലനുണ്ടാക്കും താഴെ നിന്ന് അവർക്ക് ടാറ്റയൊക്കെ പറയുകയാണ്. നല്ല സന്തോഷത്തോടുകൂടി അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടാ നീല, മോൾ അവിടെയുണ്ട്, ഇതാ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ ടാറ്റയൊക്കെ ആക്കുകയാണ്. അപ്പോൾ ഇന്ദുമതിയും അതിനകത്തുണ്ടല്ലോ. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വലിയ തൊട്ടിൽ, ആകാശത്തൊട്ടിൽ പതിയെ പതിയെ നിൽക്കുകയാണ്. ഡക്ക് നീലനോട് ചോദിക്കുകയാണ്, എടാ അളിയ, ഇതെന്താ നിന്ന് പോയത്? അത് കേട്ട് നീലനും പറയാണ്, ഇതെന്താടാ നിർത്തിക്കളഞ്ഞത്? ഡക്ക് അപ്പം തന്നെ പറയാണ്, ഇനി ആരെങ്കിലും കയറണം എന്ന് പറഞ്ഞ് നിർത്തിയതാണോ? അതിനവിടെ ആരും ഇല്ലല്ലോ, കുട്ടികളൊക്കെ മുഴുവനായിട്ട് മുകളിൽ കയറിയതാണല്ലോ. എന്തോ ഉണ്ട്, നീ വാ, നമുക്കൊന്ന് പോയി ചോദിച്ചിട്ട് വരാം. കുട്ടികളെ ടീച്ചേഴ്സ് സമാധാനിപ്പിക്കുകയാണ്, ആരും പേടിക്കല്ല എന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ ഇന്ദുമതിയും നിയമോളോട് പറയാണ്, നിയമോളെ പേടിക്കല്ലേ. അയ്യാ, കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദിച്ചേ. ഏട്ടാ, എന്താ ഇതിനെന്താ പറ്റിയേ? ഇതെന്താ പകുതിക്ക് നിന്നുപോയേ? കാര്യം എന്താണെന്നറിയില്ല, എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. എന്ത് ചെയ്തിട്ടും ഒരനക്കവും ഇല്ല. നിങ്ങൾ എന്തായി പറയുന്നേ? ഇന്നില്ലാന്നോ? ഇല്ല മോനെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. ഇത്രയും നാൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ കാര്യമായിട്ട് തന്നെ നോക്കാറുള്ളതാ. എന്നിട്ടും എന്താ പറ്റിയത് എന്നാ അറിയാത്തത്. ഒന്ന് നിൽക്ക്, ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. ഞാൻ അവിടെ നിന്നുകൊണ്ട് വിളിക്കുകയാണ്, നിയമോളെ. അപ്പേ എനിക്ക് പേടിയാവുന്നപ്പേ, എനിക്ക് പേടിയാവുന്നു. നിയമോളെ കറിയല്ലേ, എന്തു സമാധാനിപ്പിക്കുക. കുട്ടി പേടിക്കാതിരിക്കേ, അങ്കിള് നോക്കുന്നുണ്ട്, മോള് ധൈര്യമായിട്ടിരിക്കേ. അയ്യോ എനിക്ക് പേടിയാവുന്നപ്പേ. മോള് പേടിക്കണ്ട, ഞങ്ങളിവിടെയുണ്ട്, ഡക്ക് വിളിച്ചു പറയാം. പേടിക്കണ്ട മോളെ. എന്താ കാര്യം ചേട്ടാ, പറയ്. കാര്യം എന്താണെന്ന് പിടികിട്ടുന്നില്ല. എന്താ കാര്യം എന്ന് പിടികിട്ടില്ലേ? ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? തെറ്റിദ്ധരിക്കരുത്, എനിക്ക് ഒന്നും മനസ്സിലാവാത്തത് കൊണ്ടാ. സർവീസ് എഞ്ചിനീയർ ആണെങ്കിൽ ഇന്ന് പെട്ടെന്ന് ലീവ് എടുത്തു. ലീവ് എടുത്തെന്നോ? അതിനിപ്പോൾ എന്താ ചെയ്യണ്ടേ? കുട്ടികളെ താഴേക്ക് കൊണ്ടുവരണ്ടേ? നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. മാനേജറോട് പറഞ്ഞിട്ടുണ്ട്, അയാളിതാ വന്നുകൊണ്ടിരിക്കുക. ഓ, അങ്ങോട്ട് മാറി നിൽക്ക്. അയ്യോ എന്താ ചെയ്യാൻ പോകുന്നേ? അങ്ങോട്ടേക്കൊന്നും കയറല്ലേ, അങ്ങോട്ടേക്കൊന്ന് മാറി നിൽക്കടോ എന്ന് നീലൻ പറഞ്ഞിട്ട് നീലൻ ഓടിക്കയറുകയാണ്. നീല കണ്ട, നിൽക്കടാ. നീലൻ ഓടി ഓരോരോ ഭാഗത്തേക്കും നോക്കുകയാണ്. എന്നിട്ട് മോളോട് പറയാണ്, മോളെ പേടിക്കണ്ട കേട്ടോ, ഇതാ വാ എന്ന് പറഞ്ഞ് നീലൻ ഓരോരോ കുട്ടികളെയായിട്ട് താഴെ ഇറക്കുകയാണ്. എടാ നീല പേടിക്കണ്ട, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് ഡക്കും പിന്നാലെ തന്നെ പോവാ. നീലൻ ഓടിപ്പോയി താഴെയുള്ള കുട്ടികളൊക്കെ ഇറക്കുകയാണ്. അതിനുശേഷം ഏറ്റവും മുകളിലാണ് ഇന്ദുമതിയും നിയമോളും ഉള്ളത്. മറ്റുള്ള കുട്ടികളൊക്കെ കരയാണ്, അയ്യോ പേടിയാവുന്നു. അളിയ സൂക്ഷിച്ചു കയറണേ, ഓരോരുത്തരെയായിട്ട് പതുക്കെ ഇറക്കിയാൽ മതി. ഇതാ ഓരോ കുട്ടികളായിട്ട് കൊണ്ടുപോ. എടാ നോക്കിയിട്ട് പോണേ. അപ്പേ. നിയമോള് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് വിളിക്കുകയാണ്, അപ്പേ. വരാം മോളെ. പിന്നെ ക്യാമറക്കാരൊക്കെ നീലൻ്റെ പിറകെയായി. കുട്ടികളെ സമാധാനിപ്പിക്കുകയാണ്. കരയല്ലേ, നിങ്ങൾ കരയാതിരിക്കുക. നീലനോട് താഴെ നിന്നും എല്ലാവരും വിളിച്ചു പറയാണ്, അയ്യോ സൂക്ഷിച്ച് പതുക്കെ ഇറങ്ങിയാൽ മതി എന്നൊക്കെ വിളിച്ചു പറയാണ്. പിന്നെ അവസാനം നീലൻ ഏറ്റവും മുകളിൽ എത്തി. അതിനുശേഷം നിയമോളെ രക്ഷിക്കാൻ വേണ്ടി പുറകുവശത്തേക്ക് കയറ്റുകയാണ്. മോള് വാ നിയ എന്ന് പറഞ്ഞ് ഇന്ദു നീയെ താഴേക്ക് ഇറക്കാൻ ശ്രമിക്കുകയാണ്. മോളിങ് വാ, അപ്പേ എടുത്തോളാം. അപ്പേ എനിക്ക് പേടിയാവുന്നപ്പേ. കഷ്ടപ്പെട്ട് സ്വന്തം റിസ്കിൽ തന്നെ നീലൻ ഓരോ കുട്ടികളായി താഴെ ഇറക്കുകയാണ്. അവസാനം പിന്നെയും കഷ്ടപ്പെട്ട് നീലൻ മുകളിൽ കയറി. എന്നിട്ട് ഇന്ദുമതിയോട് പറയാണ്, ഇന്ദുമതി കൈയിങ് താ ഇന്ദുമതി. ഇന്ദുമതി അവിടെ തന്നെ ഇരിക്കുകയാണ്. കൈ തരാനാ പറഞ്ഞേ, താ. അയ്യോ ഒന്നും ആലോചിക്കണ്ട, ഇപ്പൊ കൈയിങ് തന്നേ. കൈ താ, വാ കയറ്. ഇന്ദുമതി നീലനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങാണ്. അവസാനം നീലൻ്റെ കൈ കഴച്ചു, അതായത് താഴേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലായി, നന്ന അവശയായി. അപ്പോൾ ആ സമയത്ത് രണ്ടുപേരും കൂടി താഴേക്ക് വീഴായിരുന്നു. രണ്ടുപേരും താഴേക്ക് വീണത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുള്ള വിരിപ്പിലായിരുന്നു. അതുകൊണ്ട് രണ്ടുപേർക്കും പരിക്കുകളൊന്നും പറ്റിയില്ല. പക്ഷേ രണ്ടുപേരും ഒന്നിച്ച് തന്നെയാണ് അവിടെ കെട്ടിപ്പിടിച്ച നിലയിൽ വീണത്. നീലൻ്റെ മുഖം ഇന്ദുമതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെക്കുന്ന രീതിയിലാണുള്ളത്. അതായത് നീലൻ്റെ ചുണ്ട് ഇന്ദുമതിയുടെ കവിളത്താണുള്ളത്. ഇന്ദുമതി പെട്ടെന്ന് തന്നെ അവളുടെ ദേഹത്തു നിന്നും അവനെ പിടിച്ച് മാറ്റുകയാണ്. ശക്തമായി പിടിച്ച് മാറ്റിയതിനു ശേഷം അവൾ രണ്ട് കവിളിലും മാറി മാറി അടിക്കുകയാണ് നീലനെ. നീലൻ അടി വാങ്ങിച്ചതല്ലാതെ ഇന്ദുമതിയോട് തിരിച്ച് ഒന്നും പറഞ്ഞില്ല. രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്.
എല്ലാവരെയും രക്ഷിച്ച കാരണം ടീച്ചേഴ്സൊക്കെ ഇന്ന് നീലനെ തന്നെ നോക്കുകയാണ്. ഇന്ദുമതിയും പകച്ചുകൊണ്ട് നീലനെ നോക്കുകയാണ്. ഇന്ദുമതിക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റുന്നില്ല. നീലൻ എന്താ പറയേണ്ടതെന്നറിയാതെ നീലനും അവിടെ നിൽക്കുകയാണ്. അവസാനം ടീച്ചേഴ്സൊക്കെ പറയാണ്, സാർ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും ശരിയാവില്ല. നിങ്ങൾ ഈ സമയത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളും കുട്ടികളും ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകും എന്ന് തന്നെ അറിയില്ലായിരുന്നു. ദൈവ നിങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചത്. റിസ്ക് എടുത്ത് ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ച് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. കുട്ടികൾ മാത്രമല്ല, ഞാനും ആ ഓട്ടോ ഓടിക്കുന്ന പെണ്ണും ഒക്കെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് നിങ്ങൾ കാരണം മാത്രമാണ്. ജീവിതകാലം മൊത്തം ഞങ്ങൾ ഈ സഹായം മറക്കില്ല. അയ്യോ എന്തൊക്കെയായത്? ഞാനിവിടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ എനിക്ക് രക്ഷിക്കാൻ പറ്റിയത്. ഈ ആപത്തിൽപ്പെട്ടത് എൻ്റെ മോളും കൂടെയല്ലേ. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും വന്നാൽ ഞാൻ രക്ഷിക്കില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോളെ പോലെ തന്നെയാണ് ഇവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങളും. തക്ക സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ നമുക്കാർക്കും അറിയാവുന്നതല്ലല്ലോ. അറിയാതിരിക്കാൻ പറ്റുന്നില്ല. സ്വന്തം ജീവൻ പോലും നോക്കാതെയല്ലേ അങ്ങ് മണ്ട വരെ കയറിയിട്ട് അതിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികളെയും രക്ഷിച്ചത്. ഇതിൻ്റെ പുണ്യം നിനക്കും നിൻ്റെ കുടുംബത്തിനും എന്നും കിട്ടട്ടെ. ഒരുപാട് നന്ദി ചേച്ചി. കാര്യം ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും ഉടനെ തന്നെ പുറപ്പെട്ട് തിരിച്ചു പോകാൻ പറഞ്ഞിരിക്കുക. നിങ്ങളെന്നാ ഇതുവഴി പോവുക. ആയിക്കോട്ടെ മോളെ, ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയിക്കോളാം. ബാക്കിയുള്ള കുട്ടികളെയും കൊണ്ട് ടീച്ചർ പോയിക്കോ. ശരി സാർ. സാർ ഒരുപാട് നന്ദിയുണ്ട് സാർ. അതൊന്നും സാരമില്ല. കുട്ടികളെ എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണേ. കുട്ടികളെല്ലാവരും വരി വരിയായിട്ട് നിന്നോ. ശരി, ഞങ്ങൾ പോകുന്നു. അങ്ങനെ അവരൊക്കെ പോയി. ടീച്ചറും കുട്ടികളൊക്കെ. നീലനെ തന്നെ ഇന്ദുമതി നോക്കി നിൽക്കുകയാണ്, എന്താ പറയേണ്ടത് എന്നറിയാതെ. നിയമോളെ, എന്താ ഇന്ദുമ്മേ? ഇന്ദുമ്മ പോവുക കേട്ടോ. ഓക്കെ ഇന്ദുമ്മേ, ടാറ്റാ. ഇന്ദുമ്മേ, സോറി ഇന്ദുമ്മേ. എന്താടാ? ഇന്ദുമ്മയെ പിടിച്ചു നിർത്തിയത് ഞാനല്ലേ, അതുകൊണ്ടല്ലേ ഇന്ദുമ്മയ്ക്ക് ഈ അപകടത്തിൽപ്പെട്ടത്. സോറി കേട്ടാ ഇന്ദുമ്മേ. അതൊന്നും സാറില്ലടാ. ഞാൻ കൂടെയുള്ളത് കൊണ്ടല്ലേ മോള് പേടിക്കാതെ അത്രയും നേരം പിടിച്ചു ചെയ്യുന്നത്. ഇത് മാത്രം മതി എനിക്ക്. ഇന്ദുമ്മ പോട്ടെ. ശരി ഇന്ദുമ്മേ, ടാറ്റാ. നിയമോളെ, നീ ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞില്ലേ? അവിടെ ഒരു മുത്തശ്ശേരിപ്പുണ്ട്, അവിടെ ബാത്റൂമിൽ പോയിട്ട് വാ. സ്നേഹത്തോടെ പറയാണ്, മോളെ സൂക്ഷിച്ചു പോകണേ. അളിയ, നീ കഷ്ടപ്പെട്ട് സ്വന്തം റിസ്കിൽ ഇന്ദുമതിയെ രക്ഷിച്ചു. എന്നിട്ട് ഒരു നന്ദി പോലും പറയാതെ അവൾ പോകുന്നത് കണ്ടില്ലേ? അളിയ, അവൾ എന്തിനാ നിന്നെ അടിച്ചേ? ഞാനും അവളും കയറിന്ന് പിടിവിട്ട് താഴേക്ക് വീണപ്പോൾ മനഃപൂർവ്വമല്ല അളിയ. എൻ്റെ ചുണ്ട് അവളുടെ കവിളത്ത് കൊണ്ട് ഉമ്മ കൊടുത്തതുപോലെയായിരുന്നു. മനഃപൂർവ്വമാണെന്ന് അവൾ കരുതി തോന്നുന്നു. പിന്നെ മരണത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ കാമദേവൻ പോലും അങ്ങനെ ചെയ്യില്ലല്ലോടാ. ഇതിനേക്കാൾ ഭേദം ജീവൻ പോകുന്നതായിരിക്കും എന്ന് ഇന്ദുമതി കരുതുന്നുണ്ടാവും എന്നെനിക്ക് അറിയാം. പിന്നെ അതിനുശേഷം ഇന്ദുമതി കരഞ്ഞുകൊണ്ട് ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന മാലതി ചേച്ചിയോടും മറ്റുള്ള സുഹൃത്തിനോടൊക്കെ കാര്യങ്ങൾ പറയാണ്. ഇന്ദുമതി പൊട്ടി കരഞ്ഞുകൊണ്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ മാലതി ചേച്ചിയോടും മറ്റുള്ളവരോട് പറയാം. ഇന്ദുമതി നീലൻ്റെ കവിളിൽ ആഞ്ഞടിച്ചതും പറയാം. ഇപ്പോൾ നീ എന്തിനാ ഇന്ദു ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ കരയുന്നത്? മാലതി ചേച്ചി, നടന്ന സംഭവത്തിൽ നിന്നും എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. ഇന്ന് വരെ ജീവിതത്തിൽ ആരും എന്നെ ഇത്രയടുത്ത് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും കരയാം. എൻ്റെ സംസാരം കേട്ടാൽ അവൻ അവിടെ വെച്ച് മനഃപൂർവ്വം എന്തോ ചെയ്തതുപോലെ തോന്നുന്നല്ലോ. അങ്ങനെ മനഃപൂർവ്വം അവൻ ചെയ്തതാണെങ്കിൽ അവൻ ഏത് ദിക്കിൽ ഉണ്ടെങ്കിലും അവനെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് നിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അപ്പുറം ഇപ്പുറം മുഖത്ത് അടിക്കുമായിരുന്നു. അതിനുശേഷം അവൻ്റെ കൈയും കാലും തല്ലിയൊടിച്ചേനെ. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ലല്ലോ നടന്നത്. ഇതിൽ നീലകണ്ഠൻ ചേട്ടൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. ഒരു വലിയ ആക്സിഡൻ്റാണ് സംഭവിച്ചത്. അതിൽ നിന്നും നീലകണ്ഠൻ ചേട്ടൻ നിങ്ങളെ എല്ലാവരെയും രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അപ്പോൾ നീ ഇവിടെ കല്ലുപോലെ നിൽക്കുമായിരുന്നോ? അത് ശരിയാ, അതൊക്കെ അവളങ്ങ് മറന്നു. ഇന്ദു, നീലകണ്ഠൻ ചേട്ടന് വേണമെങ്കിൽ സ്വന്തം കുഞ്ഞിനെ മാത്രം രക്ഷിച്ചിട്ട് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ അയാൾ നിങ്ങളെ എല്ലാവരെയും രക്ഷിച്ചത് വഴി യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ലേ. ചേച്ചി പറയാണ്, അതെ അതിൻ്റെ പേരിൽ നീ ചെയ്തത് മോശമായിപ്പോയി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ ഇന്ദു? തലയ്ക്കകത്ത് ആൾതാമസം ഉള്ളവർ ആരും ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഒക്കെ പോട്ടെ ഇന്ദു, ഞാനിപ്പോൾ ചോദിക്കുന്നതിന് മനസ്സാക്ഷിയെ തൊട്ട് നീ ഉത്തരം പറയണം. സത്യമേ പറയാൻ പാടുള്ളൂ. കിട്ടിയ അവസരം മുതലെടുത്ത് നീലകണ്ഠൻ ചേട്ടൻ മനഃപൂർവ്വം നിന്നെ കിസ് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ലല്ലോ. എങ്ങനെയാണോ ആ ചേട്ടൻ നിന്റെ കവിളത്ത്? ഇന്ദു, അയ്യോ ഒന്ന് നിർത്ത്. പിന്നെയും എന്തിനാ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരി, അങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് അയാളുടെ തെറ്റ് തന്നെയാണ്.
ഇതു നീലകണ്ഠൻ കരുതിക്കൂട്ടി അവസരം മുതലെടുത്തതാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇത് ഞങ്ങളോട് തുറന്നു പറ. ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്താ നീ കാണിക്കുന്നത്? സത്യം നിനക്കറിയാലോ. മോളിൽ നിന്ന് താഴേക്ക് വീഴുന്ന വഴി ശ്രമിച്ച് രക്ഷപ്പെടുത്താൻ നോക്കിയതല്ലേ. മോളിൽ നിന്ന് രണ്ടുപേരും കയറി പൊട്ടി താഴേക്ക് വീഴുന്ന സമയത്ത് സ്വന്തം നോക്കാതെ കൈവിട്ട് കളയാതെ നിന്നെയും കൂടി രക്ഷിച്ചു. നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷിച്ചു. അവൻ്റെ ആ മനസ്സാന്നിധ്യത്തിന് നീ അവനോട് നന്ദി പറയാതെ ഇങ്ങനെയൊക്കെ പറയാണോ? അവനോട് നന്ദി എന്നൊന്ന് പറയുകയും ചെയ്തില്ല, അവനെ കർണത്ത് അടിച്ചിട്ട് വരികയും ചെയ്തു. അങ്ങനെ ചെയ്തത് തന്നെ എത്ര വലിയ മോശം ഏർപ്പാടാ. അതോർത്തിട്ടാ നീ വിഷമിക്കേണ്ടത്. എന്നെ കാണിക്കുന്നത് വാസന്തിയമ്മയുടെ വീട്ടിൽ, അതായത് പായസം പറയാണ്. രാധികെ, ഞാനവിടെ പഴം വെച്ചിട്ടുണ്ട്, അത് നീ ഒന്ന് എടുത്തിട്ട് വരുമോ? ഇത് ദേഷ്യത്തോടെ പറയാണ്. ഒന്നവിടെ മിണ്ടാതിരിക്കുന്നുണ്ടോ? സന്ധ്യാമ്മയും പറയാണ്, ഏതു നേരവും തീറ്റയുടെ കാര്യം മാത്രമേ ഉള്ളൂ. പായസത്തിൻ്റെ കളി കണ്ട് എല്ലാവരും അവിടെ നിന്ന് ചിരിക്കുകയാണ്. അതായത് രാധിയും കാർത്തിയും ഒക്കെ പരസ്പരം നോക്കി ചിരിക്കുകയാണ്. അപ്പോഴാണ് നീലനും ഡഗ്ലൈസും അവിടെ എത്തിയത്. അപ്പോൾ രാധി പറയാണ്, അതായത് ദാ എത്തിയല്ലോ. നിയമോള് ഓടി വന്നിട്ട് വിളിക്കുകയാണ്, അച്ചമ്മേ, നിയമോളെ. അച്ചമ്മേ, എങ്ങനെയുണ്ടായിരുന്നടാ ഡക്കെ? ഒന്നും പറയണ്ട എൻ്റെ പായസേ. മോളെ, ടൂറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. മോക്കിപ്പോൾ സന്തോഷമായില്ലേ? അച്ചമ്മേ, ടൂറിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അച്ചമ്മയ്ക്ക് അറിയില്ലല്ലോ. എന്താ മോളെ സംഭവിച്ചേ? അപ്പേ, അച്ചമ്മ ഒന്നും അറിഞ്ഞിട്ടില്ലേ അപ്പേ? നീലൻ എന്താ പറയേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് രാധി പറയുന്നത്, എന്ത് പറ്റി നീലേട്ടാ? നീ എന്താ പറയുന്നേ? ടൂറ് പോയെടുത്ത് എന്തുണ്ടായിന്നാ പറയുന്നേ? ഉണ്ടായ കഥകളൊക്കെ നീലൻ അമ്മയോട് പറയാണ്. എന്നാലും എൻ്റെ മോനെ, എൻ്റെ കുഞ്ഞിന് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞവർ വിഷമിക്കുകയാണ്. മോളെ, കൈക്കോ കാലിനോ വല്ലതും പറ്റിയോ? അയ്യോ അച്ചമ്മേ, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആർക്കും ഒന്നും പറ്റിയില്ല. ഏറ്റവും അവസാനം ഇന്ദു അമ്മയും അപ്പയും കയറ് പൊട്ടി അവിടെ താഴെ ഉണ്ടായിരുന്ന ബലൂണിലാണ് വീണത്. അല്ലായിരുന്നെങ്കിൽ അപ്പയുടെ കാലൊടിഞ്ഞേനെ. എൻ്റെ മോനെ, എന്തൊക്കെയാ ഇത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ അമ്മേ. അപ്പോൾ രാധി പറയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീയുടെ സ്കൂൾ ടൂറിന് നീയേട്ടൻ എന്തിനാ പോയത്? ഇന്ദുവും അവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ നീയാ പറഞ്ഞേ? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡക്ക് പറയാണ്, അതെ രാധികെ, നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട. ആ ടൂറിന് ഞാനും പോയിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കുട്ടികളുടെ ടൂറിന് നിങ്ങൾ 3 പേരും അവിടെ എങ്ങനെ എത്തി? ഡക്ലൈസ് പറയാണ്, ഷെടാ. വാസന്തി അമ്മ പറയാണ്, ശരിയാണല്ലോ, നിങ്ങളെന്തിനാ ടൂറിന് പോയേ? അമ്മേ, ഞാൻ പറയാം. രാവിലെ ഇന്ദുമതി മോളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവളുടെ ടയർ പഞ്ചറായി. പിന്നെ വണ്ടിയുടെ ടയറൊക്കെ പഞ്ചറൊക്കെ ശരിയാക്കി സ്കൂളിലെത്തിയപ്പോഴേക്കും കുറച്ച് വൈകിയതുകൊണ്ട് ടൂറിൻ്റെ ബസ്സും അങ്ങ് പോയി. പിന്നെ നിയമോളെയും കൂട്ടി ഇന്ദുമതി അങ്ങോട്ടേക്ക് പോവുമായിരുന്നു. അവിടെ ചെന്നപ്പോൾ മോള് ഇന്ദുമതിയെ വിട്ടതുമില്ല. ഇതൊന്നും അറിയാതെ നിയമോളുടെ ടീച്ചർ അവളെ കാണാത്തതുകൊണ്ട് എന്നെയാണ് വിളിച്ചത്. സത്യത്തിൽ അപ്പം ഞാൻ ആകെ പേടിച്ചുപോയി. ഇവർ രണ്ടുപേരും ഇതെവിടെ പോയി? അങ്ങനെ അവർ രണ്ടുപേരെയും അന്വേഷിച്ചാൽ ഞാനങ്ങോട്ട് ചെന്നേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിയമോൾ എന്നെയും വിട്ടില്ല. അവളുടെ വാശിയും കരച്ചിലും കണ്ട് നിയമോളുടെ ടീച്ചർ പിന്നെ എന്നെ വിട്ടില്ല. പിന്നെ രാധി മനസ്സിൽ ചിന്തിക്കുകയാണ്, സ്കൂളിലെ ടൂർണമെൻറ്റിന് നിങ്ങൾ അവിടെ എത്തി, അതിൻ്റെ കൂടെ ഇന്ദുമതിയും എത്തി. നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടാൽ നല്ലൊരു സിനിമ എടുക്കാൻ കൊള്ളാം. എന്തായാലും നീ അവിടെ ചെന്നതുകൊണ്ടല്ലേ എൻ്റെ കുഞ്ഞിന് ഒന്നും പറ്റാതെ രക്ഷിക്കാൻ കഴിഞ്ഞത്. നീ അവിടെ ഇല്ലാത്ത ആ സമയത്ത് പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ കണ്ണിൽ ഇരുട്ട് കയറുന്നു. പൂർണ്ണി, എന്താ അമ്മേ? മോൾക്ക് നല്ല കണ്ണേറ് കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ചെന്ന് കർപ്പൂരം എടുത്തുകൊണ്ട് വാ, ഒന്ന് ചുറ്റിയിടട്ടെ. അതെ, ചുറ്റിയിടുന്നത് തന്നെയാണ് നല്ലത്. എല്ലാവരും വന്നേ എന്ന് പറഞ്ഞ് എല്ലാവരും നിർത്തുകയാണ്. അതായത് നിയമോളെയും നീലനെയും ചുറ്റിയിടുകയാണ്. കർപ്പൂരം കൊണ്ടുവന്ന് അവരെ ചുറ്റിയിടുന്ന സമയത്ത് അവിടെ തന്നെ പോയി നിൽക്കുകയാണ് ഡക്ലൈസും പായസവും. അപ്പോൾ പായസത്തിന് ഡക്ലൈസ് കളിയാക്കാണ്, ഒന്ന് വേഗം വന്നേ എന്ന് പറഞ്ഞിട്ട്. നാക്കിന് മാത്രം വലിയ നീട്ടമുണ്ട്, വിളിച്ചാൽ വരാൻ പറഞ്ഞാൽ ആടിയാണ് വരവ് എന്ന് പറഞ്ഞ് എല്ലാവരും നിരന്ന് നിന്ന് എല്ലാവരെയും ചുറ്റിയിടുകയാണ്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കള്ളക്കണ്ണ്, കരിങ്കണ്ണ്, ചെങ്കണ്ണ് എല്ലാം ഒഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് ചുറ്റിയിട്ടതിന് ശേഷം വസന്തി അമ്മ എല്ലാവരെയും കൊണ്ടും അതിൽ തുപ്പിക്കുകയാണ്. നിയമോളും നീലനും അതിൽ തുപ്പി. അപ്പോൾ പായസം ചോദിക്കുകയാണ്, ഞാനൊന്നും അതിൽ തുപ്പണ്ടേ? വേണ്ട, മക്കൾ മാത്രം തുപ്പിയാൽ മതി. എടാ ഡക്കെ, നിനക്കും നല്ലോണം കിട്ടിയോടാ? അങ്ങനൊന്നുമില്ല.
അതേസമയം രാധിക മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ മൂക്കിന് താഴെ നിന്ന് തന്നെ നീലേട്ടനും ഇന്ദുമതിയും കൂടി എന്നെ ഇങ്ങനെ വിട്ട് വട്ടം കറക്കുകയാണ്. അവരുടെ ഈ കള്ളക്കളി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. രാധി അവിടെ നിന്നും അവരെ രണ്ടുപേരെയും പറ്റി അങ്ങനെ ഓരോന്നും ചിന്തിച്ച് കൂട്ടുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സി യു ഓൾ.